ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ഓരോ രാശിക്കാർക്കും എന്ത് ഫലങ്ങളാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അധികം താമസിക്കുക വീഡിയോ ഒക്കെ അതിന് മുമ്പായിട്ട് നമ്മൾ ഫലം പ്രഡിക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രനാൾ മാത്രം നോക്കുക, ലഗ്നാലും കൂടി നോക്കുക. രണ്ടും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, ചിലർ ചന്ദ്രനാൾ മാത്രം നോക്കുക അല്ലെങ്കിൽ രാശിഫലം നോക്കിയിട്ട് പറയും ഈ മാസത്തിൽ ഈ പ്രഡിക്ഷൻസ് അല്ലല്ലോ വന്നത്. ബട്ട് നിങ്ങൾ ലഗ്നാൽ നോക്കുക, നിങ്ങളുടെ വിധി എന്ന് പറയാൻ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഗ്നാലാണ്. സോ അതും കൂടി നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കും. സോ അതും കൂടി നോക്കുക, ലഗ്നാൽ ചന്ദ്രൻ. പിന്നെ നോക്കേണ്ടത് ഇതൊക്കെ ഗോചരഫലം എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രഡിക്ഷൻ, അല്ലെങ്കിൽ ഗോചരഫലം വലിയ തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല. ഓക്കെ, ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് പറയുന്നത് 42-16 ഒക്കെയാണ്. അത്ര പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുമായിട്ടൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കറക്റ്റായി വരാൻ സാധ്യതയുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ട് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിയുടെ പ്രശ്നം അല്ലെങ്കിൽ വ്യക്തിയുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോവുക, ഈ ഒരു മാസം എങ്ങനെയൊക്കെ അത് കടന്നു പോകണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് വ്യക്തിപരമായിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക്, നോർമലി നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കോമൺ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇറങ്ങുന്നത്. നമ്മുടെ ഒരു നല്ലൊരു കാര്യത്തിൽ അല്ലെങ്കിൽ വലിയ തരത്തിലൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ശുഭമായി തീരണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിഞ്ഞ ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. കർക്കിടക രാശിയുടെ ഫലമാണ് പറയുന്നത്, അഥവാ കർക്കിടക കൂറ്. പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി അല്ലെങ്കിൽ കർക്കിടക കൂറ് എന്ന് പറയുന്നത്. ഇവർക്കൊരു മാസം എന്ന് പറയുന്നത് ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്, ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല നല്ല ഗുണങ്ങളുമുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഗ്രഹനില എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായി മാറ്റമാണ് വ്യാഴം, അല്ലെ? വ്യാഴം 11ലാണ് നിൽക്കുന്നത്. ഇവർക്ക് അനുകൂലമായ ഒരു മാറ്റമാണ്. ആദ്യത്തിന്റെ അല്ലെങ്കിൽ മാസത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായി നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാനും നമുക്ക് അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരാനൊക്കെ പറ്റുന്ന സമയമാണ്. ശനി മാത്രമാണ് എന്താ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആകത്തുള്ളൂ. 8ലാണ്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ശനി ഉണ്ടാക്കും. പക്ഷെ നമുക്ക് ബാക്കി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വലിയ തരത്തിൽ ബാധിക്കില്ല. ബാക്കി ഗ്രഹങ്ങളൊക്കെ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോ ആ വിഷയങ്ങളൊക്കെ ഇപ്പം ശനി ഒരാൾ മാത്രം നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനില്ല, വലിയ തരത്തിൽ പ്രശ്നത്തിലേക്ക് വരികയില്ല. എന്നാലും ശനി എന്താണ്, ചെറിയ ശക്തിമാൻ തന്നെയാണ്. അവൻ നോക്കിയാ എന്താണ്, അല്ലെങ്കിൽ ശനി നോക്കിയാൽ തീരാമെന്നേ ഉള്ളൂ ബാക്കി എന്തും. ബട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള പരിഹാരം ചെയ്താണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ അതിൻ്റെ ആയ ഗുണങ്ങൾ വലിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഈ ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ മാസത്തില് കുജ് നല്ല സ്ട്രോങ് ആയിട്ടാണ് കർക്കിടക രാശിക്കാർക്ക് നിൽക്കുന്നത്. രാജപദവിയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. കർക്കിടക രാശിക്ക് ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 10ലാണ് കുജം വന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കർക്കിടക രാശിയെ സംബന്ധിച്ചോളം കുജം നിൽക്കുന്നത്. സോ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. രാഹു കേതുക്കൾ എന്ന് പറയുന്നത് 3-9 നിൽക്കുന്നത്. ഇവർക്ക് അതും എന്താണ്, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. വ്യാഴമെന്നും ബുധൻ, ശുക്രൻ, ആദിത്യൻ ഇവരൊക്കെ 11ലാണ് നിൽക്കുന്നത്. അനുകൂല സമയമാണ്. മാസത്തിന്റെ പാതി ശേഷം ബുധൻ, ശുക്രൻ, ആദിത്യൻ എന്നിവ എന്ത് ചെയ്യും, മിഥുനം രാശിയിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മാസത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. സോ ആ അനുകൂലമായ സാഹചര്യം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുക, ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. തൊഴിൽ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്, തൊഴിൽ നേട്ടത്തിനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ തൊട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇപ്പം ജൂൺ 1 തൊട്ട് നമുക്ക് ഫലം വേണമെങ്കിൽ നേരത്തെ വർക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രഡിക്ഷൻസ് ഇടുന്നത്. ഓക്കെ, അപ്പൊ അനുകൂലമായി നിൽക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ലേറ്റ് ആവാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രഡിക്ഷൻസ് ഇടാറുണ്ട്. സോ മാക്സിമം നേരത്തെ തന്നെ ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം 1-2 വീഡിയോ അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് ഇത് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പൊതുവെ ആ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങൾ അന്വേഷിക്കുക, തൊഴിലിന് വേണ്ടി അന്വേഷിക്കാൻ ഇറങ്ങുക, നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കും. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ലിങ്ക്ഡ് പ്രൊഫൈൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക, നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഏതൊക്കെ രീതിയിലുണ്ടോ മാർഗങ്ങളെല്ലാം നോക്കണം, എന്നിട്ടല്ലേ പ്രശ്നങ്ങളുണ്ടോ ഇല്ലെന്ന് നോക്കണേ. ഇത് ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല പറഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഒരു ജോലിയും കിട്ടൂല. ആ സ്ഥാനത്ത് ജോലി അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, നിങ്ങൾ വേണ്ട എന്ന് വെച്ച് മുമ്പോട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ പോകുന്നുണ്ടാവാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടാവാം, കുറെ ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്തന്നെ. ബട്ട് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയൊക്കെ മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക്
അങ്ങനത്തെ ഒരു വീഡിയോ വേണോ, കുറച്ചുകൂടി ആ ഒരു സ്പിരിച്വൽ ലെവൽ മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ഉള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ഇട്ടാൽ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസും കൂടി ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു ആഴ്ച ഒരു ദിവസം മാത്രമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ താഴെ കമന്റ് ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യം കൂടി ചിന്തിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കൂടി ഒന്ന് ഡെവലപ്പ് ആവണമല്ലോ. സ്പിരിച്വൽ ലൈഫ് മാത്രം പോരാ, നമ്മുടെ പേഴ്സണൽ ലൈഫും കൂടി കുറച്ച് ഡെവലപ്പ് ആയാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ നാളെ ഇതിലുള്ള ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോബ് പ്രൊഫൈലിന് വേണ്ടി നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല, നിങ്ങൾക്ക് ജോബ് ഇല്ലാത്ത നിങ്ങൾ എത്ര പേരുണ്ട് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ, നിങ്ങൾ ലിങ്ക്ഡിൻ ഒന്ന് ആക്റ്റീവ് ആവുക. ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈലെങ്കിലും ക്രിയേറ്റ് ചെയ്തുക. അപ്പൊ നിങ്ങൾക്ക് ജോബിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട്, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിലല്ലേ നിങ്ങൾക്ക് ജോബ് ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ. ശ്രമിച്ചു നോക്കുന്നേ, കിട്ടുന്നേ. അപ്പൊ തൊഴിലൊക്കെ അനുകൂലമായി ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കച്ചവടമൊക്കെ കുറവാണെങ്കിൽ കച്ചവടമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സെയിൽസ് ഒക്കെ ഇൻക്രീസ് ആണ്. ലാഭകരമായ ഉയർച്ചയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. മനസ്സിന് ചെറിയ ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ തരുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നടക്കാൻ സാധിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അതിനുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ആര് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് ശനി എട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാരണം പൂർണ്ണമായി നിനക്ക് തരില്ല. നീ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് സന്തോഷിക്കണ്ട. പൂർണ്ണമായിട്ട് സന്തോഷം ശരിയല്ല, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നോളും. സോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ മുട്ടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ മുട്ട, അത്രേ ഉള്ളൂ. വലിയ കാര്യത്തിൽ എടുക്കൊന്നും വേണ്ട, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണേ. നമ്മൾ ഈ നോക്കിക്കണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ചിന്തിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുടുംബജീവിതം നോക്കുകയാണെങ്കിലും പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നവരുണ്ടല്ലോ, പുതിയ ജോഡികള്, ഇവരെന്താണ്, അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഇവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി ജീവിതമായി ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇവര് അല്ലെ. പുതിയൊരു ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ പുതിയ മാരീഡ് കപ്പിൾസ്. സോ അവരെന്ത് ചെയ്യുക, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എടുക്കാൻ ശ്രമിക്കും. പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പങ്കാളിക്ക് എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. അത് എന്തൊരു കാര്യത്തിലായാലും അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നിങ്ങളുടെ പങ്കാളി പോകണമെന്ന് വിചാരിച്ചു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. സോ പങ്കാളിക്കും കൂടി ജീവിതം എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പങ്കാളിക്കും മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ഇഷ്ടം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം നമുക്ക് ബാലൻസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈഗോകളൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അവിടെ പിടിച്ചു ആ ഒരു സംഭവമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. സോ ഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ബട്ട് ചെറിയ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതിന്റെ കുറച്ച് കുറവുകൾ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചിന്തയിലേക്ക് മാത്രം എടുക്കാൻ പാടുള്ളൂ, വേറെ രീതിയിൽ അത് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക പാർട്ണറിനെ. പ്രണയങ്ങൾ തമ്മിലാണെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ച് പരത്തി പറഞ്ഞ് കൂട്ടി അടി ഉണ്ടാക്കി ബഹളാക്കി 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് 4 പറഞ്ഞ് ഇങ്ങനെ ബഹളാക്കാൻ ശ്രമിക്കല്ലേ. അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളായി സംബന്ധിച്ച് ഞാൻ കൊടുത്തേക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വലിയ പ്രശ്നത്തിലേക്കൊന്നും പോവില്ല. നീ ഇത് കണ്ടോണ്ട് എന്ത് ചെയ്യാ, പാർട്ണറിന്റെ നക്ഷത്രം ഇതാ, അപ്പൊ അവര് ഈ സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തി തരും എന്ന് വിചാരിച്ച് നിങ്ങളെ മക്കള് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. കർക്കിടക രാശിയിലുള്ള അവരുടെ പാർട്ണറിനോടാണ് പറയാനുള്ളത്, ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. അത് കല്യാണം കഴിഞ്ഞവരായാലും കല്യാണം കഴിയാത്തവരായാലും ഇവർക്ക് നല്ലൊരു സപ്പോർട്ട്, നല്ല മൈൻഡ് നല്ല സപ്പോർട്ട് കൊടുക്കുക. സോ അങ്ങനെയെങ്കിൽ തന്നെ ഇവരുടെ പകുതി പ്രശ്നങ്ങൾ കുറയും കർക്കിടക രാശിയുടെ. അത് മാത്രമല്ല, ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരണമെങ്കിൽ, അല്ലെ ഇവർക്ക് ഇത് വരണമെങ്കിൽ ഇവരുടെ സറൗണ്ടിങ് കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നല്ല രീതിയിലൊരു ബൂസ്റ്റിങ് കിട്ടുള്ളൂ അല്ലേ. സോ അതിൻ്റെതായ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് കോപം വർദ്ധിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ കർക്കിടക രാശിക്ക് നല്ല രീതിയിൽ ബാധിക്കും ഈ മാസം. സോ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. കാരണം ചില കാര്യങ്ങൾ ദേഷ്യത്തിൽ ചെയ്യുന്നത് നമുക്ക് പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടും നമ്മുടെ ജീവിതത്തിൽ എന്ത് ഞാൻ ചെയ്തു അല്ല ഞാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നല്ല മാസം തന്നെ, വലിയ പ്രശ്നങ്ങളുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നല്ല സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിൽ ചില അസ്വസ്ഥതകൾ, സങ്കടമൊക്കെ കർക്കിടക രാശി ജനിച്ച സ്ത്രീകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്.
ദുഃഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തോന്നാലും മനസ്സിലാക്കാത്തവർ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുക, അങ്ങനെ അവസ്ഥ. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഇതുവരെ ആരും മനസ്സിലാക്കിയില്ല, പക്ഷെ നിങ്ങളെപ്പം മനസ്സിലാക്കാൻ തുടങ്ങും. ജൂൺ മാസത്തിൽ നിങ്ങളെ ആൾക്കാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വരും. അതുപോലെ വയസ്സ് മുതിർന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. 15 ശേഷമൊക്കെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനും ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ കൃത്യമായ വൈദ്യ പരിശോധനയൊക്കെ നടത്തി മരുന്നുകളൊക്കെ സേവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കണം. അത് നമ്മുടെ മാത്രമല്ല കുടുംബത്തിന്റെ ആരോഗ്യം കൂടി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബാധിക്കുന്നില്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമുക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളൊക്കെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അത് അവർക്കും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായ? ഇപ്പൊ ഒരു വീഴ്ച സംഭവിക്കും എന്ന് പറയുമ്പോൾ അതെന്താണ്, ഉരുണ്ട് വീഴ്ച മാത്രമായില്ല, ഏതൊരു തരത്തിലുള്ള വീഴ്ചയാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കർക്കിടകം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ കൂടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കും കൂടി എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കുക കേട്ടോ. എന്നാൽ മാത്രം പൂർണ്ണ മനസ്സിലാവും. ഇടമൊക്കെ മാറാനുള്ള യോഗമുണ്ട്. വാഹനയോഗം പറയാവുന്ന സമയമാണ്. പൊതുവെ അനുകൂലമായ സാഹചര്യമൊക്കെയാണ്. സ്ഥലമൊക്കെ വിൽക്കണ അല്ലെങ്കിൽ വാങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. പൊതുവെ ഇത്രയൊക്കെയാണ് എന്ത് കർക്കിടക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസത്തിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും കൂടി അല്ലെങ്കിൽ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അത് നടത്താൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ആഗ്രഹം കൂടി ആ പേര് നക്ഷത്രം എൻ്റെ കൂടെ നിട്ടാൽ അത് വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ ചില പേര് നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ അവരുടെ തന്നെ ആ കമന്റിൽ തന്നെ റിപ്ലൈ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ നോട്ട് ചെയ്യുന്ന പേരുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ ഇടാറുണ്ട് കേട്ടോ. പേര് നക്ഷത്രം ഇടുന്നതിന് ഞാൻ ഇവിടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനും നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനും കൂടിയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കമന്റ് ഞാനിപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് നക്ഷത്രം എടുത്ത് നമ്മുടെ തൊട്ടടുത്ത് വേണ്ട പൂജ അല്ലെങ്കിൽ പ്രാർത്ഥന ഏതാണോ അതിലോട്ടാണ് നിങ്ങളെ പ്രാർത്ഥനയും പൂജയും ഉൾപ്പെടുത്തുന്നത്. സോ അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. സോ ആ പേര് നക്ഷത്രം വ്യക്തമായി തന്നെ ഇടാൻ. നിങ്ങൾ മലയാളത്തിൽ ഉണ്ടെങ്കിൽ മലയാളത്തിൽ ഇടുക, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇടുക. ഇനി ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ ഗ്യാപ്പ് ഇടാൻ ശ്രമിക്കുക. പേരിട്ട് ശേഷം കൃത്യമായ ഗ്യാപ്പ് ഇടുക. ചില ആൾക്കാർ വീട്ടുപേര് കൂട്ടി ചേർക്കുന്നുണ്ടായിരുന്നു. കാരണം ചില വാക്ക് നമുക്ക് വായിക്കാൻ കിട്ടാത്തൊരു അവസ്ഥയ്ക്ക് വരാറുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.